ഇത് ഇവിടെ തന്നെ ഫിക്സ് ആക്കുന്നതാണ്, നമ്മൾ ചെയ്യുന്നതല്ല. 5 mm 5 mm നമ്മുടെ ഈ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സ്കെയിൽ തന്നെ 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ അങ്ങനെ 5 മില്ലിമീറ്റർ ഫിക്സ് ആക്കിയിട്ട് ആദ്യം നമ്മളിതൊന്ന് തിരിക്കണം. ഇത് തിരിക്കുമ്പം അവിടെ കറണ്ട് ചേഞ്ച് ചെയ്യും. അന്നേരം ഇതൊരു പർട്ടിക്കുലർ ഇത് നിൽക്കുമ്പം ഇവിടെ മാക്സിമം ആവും, അതിൽ സെറ്റ് ചെയ്യണം. അപ്പം ഇത് താപ്പോട്ട് തിരിക്കുകയാണെങ്കിൽ കുറയുക, മേപ്പോട്ട് തിരിക്കുമ്പോൾ കൂടുക. ഒരു 5.6 കിട്ടി. ഇനി മേപ്പോട്ട് തിരിച്ചാൽ കുറയുക ചെയ്യുന്നത്. അപ്പോൾ ഈ 5.6 ഇതൊരു മാക്സിമം ആയിട്ട് ഇത് ഫിറ്റ് ചെയ്യണം. എന്നിട്ട് ഇതാണെങ്കിൽ മൊത്തം 0 ആക്കണം. സീറോയിന്ന് തിരിച്ചിങ്ങോട്ട് തുടങ്ങണം. ഇതും 0 ആയി കിടക്കുന്നത്, ഇതും 0 ആയി കിടക്കുന്നത്. ഇനി ഇങ്ങോട്ട് തിരിച്ചു തുടങ്ങണം. ഇതിൻ്റെ സ്കെയിലും ഇതിൻ്റെ സ്കെയിലും എടുക്കുന്നത് അല്ലേ? ആ ചേഞ്ച് ആകുന്നില്ലല്ലോ. ആ കണ്ടോ, ചേഞ്ച് ആയി. കറണ്ട് പോയി. ഓഫാകുമോ? ഓഫായി. ലേസർ പോയി. ഞാൻ പോസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇത് മാക്സിമത്തിൽ വെച്ചു. ഇനി ഇത് 0 മാക്സിമം എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു രീതി വെക്കുമ്പോൾ ഇവിടെ മാക്സിമം കറണ്ട് കിട്ടും, അതാണ് മാക്സിമം എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് 0 ഇങ്ങോട്ട് തിരിച്ചു തുടങ്ങും. ഇത് ഓരോ തിരിവിനും ഓരോ കറണ്ട് കിട്ടും. ഇങ്ങോട്ടാണ് തിരിക്കട്ടെ, ബാക്കിലോട്ട്. കണ്ടോ, അവിടെ കറണ്ട് കൂടുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 കിട്ടി. 4 കിട്ടുമ്പോൾ ആ 4 എന്ന് പറഞ്ഞാൽ കറണ്ട് എഴുതണം, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് എഴുതണം. ഇപ്പോൾ 12 കിട്ടി. 12 കറണ്ട് എഴുതണം, ഈ ഡിസ്റ്റൻസ് എഴുതണം. അങ്ങനെ ഒരു മാക്സിമം കിട്ടുന്നത് എത്രയാണെന്ന് നോക്കണം. ഒരു 19 മാക്സിമം. പിന്നെ നീക്കുമ്പോൾ കുറയുക ചെയ്യുന്നത്. അപ്പോൾ 0 തുടങ്ങി 0 തീരുന്ന വരെ മെഷറിങ് എടുക്കണം. അപ്പം ഇത് കഴിഞ്ഞു. ഇത് വീണ്ടും ഇത് മാക്സിമം സെറ്റ് ചെയ്യണം. മാക്സിമം എന്ന് പറയുമ്പോൾ നമുക്കൊരു 19 മൈക്രോആംപിയർ ആയിരുന്നു കിട്ടിയത്. മാക്സിമം സെറ്റ് ചെയ്തു. ഇനി ഇത് 0 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഫസ്റ്റ് 0 പോകണം. ഇത് 0 ആയി. ഇത് വെച്ചൊരു ടേബിൾ വരച്ചു, അതൊരു ടേബിൾ. ഇത് വെച്ചൊരു ടേബിൾ വരയ്ക്കും, അത് സെക്കൻഡ് ടേബിൾ. ഇതിപ്പോൾ 0 കിടക്കുക. മൂവ് ചെയ്യുക മുകളോട്ട്. കറണ്ട് എപ്പോൾ ചേഞ്ച് ചെയ്ത് നോക്കണം. കറണ്ട് ചേഞ്ച് ആയി. അപ്പോൾ ആ കറണ്ട് എഴുതുക 0.1 മൈക്രോആംപിയർ. ഈ ഡിസ്റ്റൻസ് എഴുതുക. വീണ്ടും കറണ്ട് എഴുതുക, ഡിസ്റ്റൻസ് എഴുതുക. അങ്ങനെ ഓരോ വാല്യൂവും ഈ ഡിസ്റ്റൻസ് എഴുതുക. എന്നിട്ട് ഇവിടെയും എത്ര മാക്സിമം വരുന്നത് നോക്കണം. ഇതിപ്പോൾ ഒരു 20 വന്നു. ഇനി കിടക്കുവാണെങ്കിൽ കുറയുക. അപ്പോൾ ഇതിൻ്റെ ഒരു മാക്സിമം എന്ന് പറയുന്നത് 20. പിന്നെ നമ്മൾ 0 തുടങ്ങിയത്, 0 എത്തുന്ന വരെ തിരിക്കണം. 0 തുടങ്ങി 0 അവസാനിപ്പിക്കണം. സീറോയിലെത്തി. അതിലുള്ള കറണ്ട് ഈ ഡിസ്റ്റൻസ് നമ്മൾ അളക്കണം. അപ്പോൾ ആ ടേബിൾ കിട്ടും. അങ്ങനെ ഈ 2 ടേബിൾ.